ഷെടാ ഇതെന്തൊരു ശല്യമാ. ഞങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം അതും ദൈവം മാറ്റിവിടുകയാണോ എന്റെ ഭഗവാനെ? ഒന്ന് വേഗം ചാവടി, തീരെ സമയമില്ല. എന്റെ കുഞ്ഞിപ്പോണരും. എനിക്കങ്ങനെ മരിക്കാൻ മനസ്സില്ല. ഹാ. നാണം കെട്ട് ഓടുന്നേ. ഇതോടുകൂടി അവളുടെ മരണ ഷോ തീർന്നു. ഇൻസ്പെക്ടർ സർ. എന്തായി? അവർ കുറ്റം സമ്മതിച്ചോ? ഒരു രക്ഷയില്ല സർ. പഠിച്ച പണി 18 പയറ്റി നോക്കി. അവന്മാർ ഒരു അക്ഷരം പറയുന്നില്ല. ഇടിക്കാവുന്ന ഇടി അത്രയും കൊടുത്തു. പക്കാ ക്രിമിനലുകൾ അവര്. എവിടെയാ അവര്? അപ്പുറത്തുണ്ട്. ഞാനൊന്ന് അവന്മാരെ കാണട്ടെ. സർ. എന്താ ഇത്? പഠിച്ച കള്ളന്മാരാ സാറേമാര്. എത്ര ചോദിച്ചിട്ടും സത്യമൊന്നും പറയുന്നില്ല. അതിനിങ്ങനെ തല്ലിച്ചതയ്ക്കാണോ വേണ്ടത്? ഇവരും മനുഷ്യരല്ലേ. തെറ്റുകൾ ആർക്കും പറ്റാം. അതൊന്നും സാരമില്ല. ഇവർക്ക് കുടിക്കാനോ കഴിക്കാനോ വല്ലതും കൊടുത്തോ? നിങ്ങൾക്ക് ഇവരെന്തെങ്കിലും തന്നോ? ഇല്ല സർ. എന്തൊരു കഷ്ടമായത്. ഇങ്ങനെയാണോ പ്രതികളെ ചോദ്യം ചെയ്യുന്നത്? നിങ്ങളെല്ലാവരും പൊയ്ക്കും. ഇവരോട് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കോളാം. ഔട്ട്. ഇങ്ങോട്ട് മാറി നിൽക്കും. നിങ്ങൾക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? ജ്യൂസ്, നാരങ്ങ വെള്ളം, സോഡ, ചായ? ചായ മതി. എടോ, ആരാ അവിടെ? ഇവർക്ക് 2 ചായ മേടിച്ചോ. നിങ്ങളെ അവർ വല്ലാതെ ഉപദ്രവിച്ചോ? ഒത്തിരി തല്ലി സാറേ. കഷ്ടം. സാരമില്ല, ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. പേടിക്കണ്ട. ഇനി നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. ഒരു ടെൻഷനും വേണ്ട. ചായ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഞാൻ പറഞ്ഞിട്ട് കൊടുക്കാം. ശരി സാർ. പേടിക്കണ്ട. ഇത് സർവീസ് റിവോൾവറാ. അത്യാവശ്യം വരുമ്പോ ഞങ്ങൾ ഇത് എടുത്തിട്ട് അങ്ങ് പൊട്ടിക്കും. ഇപ്പോ സ്റ്റേഷനൊക്കെ മാറി. പഴയ പോലീസ് സ്റ്റേഷനൊന്നും അല്ല. ഇവിടെ ചായയും ജ്യൂസും എല്ലാം കിട്ടും. എന്തായാലും നീയൊക്കെ മരിക്കാനുള്ളതാ. ഒരു ചായ കുടിച്ചിട്ട് മരിക്കാം അല്ലേ? ഞാൻ ആ പോലീസുകാരെ പോലെ അല്ല. സത്യം പറഞ്ഞില്ലെങ്കിലേ ഷൂട്ട് ചെയ്ത് പുറം കടലിൽ തള്ളും. ഡെഡ് ബോഡി. നിങ്ങൾ കൊട്ടേഷൻ എടുത്ത് അറ്റാക്ക് ചെയ്തത് എന്റെ സ്വന്തം അമ്മാവനെയാണ്. എന്റെ അമ്മാവനെ കൊല്ലാൻ കൊട്ടേഷൻ എടുത്തവരെ ഞാൻ വെറുതെ വിടുന്നത് ശരിയാണോ? അതുകൊണ്ട് മരിക്കണ്ടെങ്കിൽ സത്യം പറഞ്ഞു. ആരാ നിങ്ങൾക്ക് ഈ കൊട്ടേഷൻ തന്നത്? പറയണം. ആരാ നിങ്ങൾക്ക് ഈ കൊട്ടേഷൻ തന്നത്? നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഞാൻ പറയുന്ന സത്യമാണ്.
മേഡം കൊട്ടേഷൻ കൊടുത്ത 2 ഗുണ്ടകളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവരെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഇപ്പൊ ചോദ്യം ചെയ്യുന്നത് ACP കാർത്തികാണ്. ആ പ്രതികളുടെ നാവിൽ മേഡത്തിന്റെ പേരുണ്ട്. ആര് ചോദ്യം ചെയ്താലും അവരത് പറയില്ല. അവരെന്റെ വിശ്വസ്തരാ, വല്ലാത്ത ധൈര്യമുള്ളവരുവാ. സാധാരണ നിലയിൽ അവർ പറയില്ലെന്ന് ഒരു ആശ്വാസത്തിന് വേണ്ടി നമുക്ക് സമാധാനിക്കാം. പക്ഷേ എന്താ ഒരു പക്ഷേ? അതല്ല, ആ കാർത്തിക് അത്ര നിസ്സാരക്കാരനല്ല. അയാളുടെ സ്വന്തം അമ്മാവനാ ആക്രമിക്കപ്പെട്ടത്. അയാൾ വെറുതെ വിടുവോ? ഈ കൊട്ടേഷൻ കൊടുത്ത ആരാണെന്ന് അയാൾ ഉറപ്പായും കണ്ടെത്താൻ ശ്രമിക്കും. അവൻ കണ്ടെത്താൻ ശ്രമിക്കും, പക്ഷേ ഒരു തെളിവും അവന് കിട്ടില്ല. ഇവര് പറഞ്ഞിട്ട് വേണ്ടേ അവന് തെളിവ് കിട്ടാൻ? ഞാൻ ചോദിക്കുന്ന ഇത്ര മാത്രമാണ്. എന്തെങ്കിലും കാരണവശാൽ അവർ മേഡത്തിന്റെ പേര് പറഞ്ഞാൽ? അവരൊരു കാരണവശാലും എന്റെ പേര് പറയാൻ ഇടവരരുത്. അതിനെന്താ ഒരു പോംവഴി? അതിനുള്ള വഴി അത് പിന്നെ എത്ര പണം വേണമെങ്കിലും ഞാൻ മുടക്കാം, പക്ഷേ എന്റെ പേര് അവർ പറയരുത്. മേഡത്തിന്റെ പേര് അവർ പറയാതിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. മേഡത്തിന്റെ പേരല്ല, ആരുടെ പേരും അവർ പറയില്ല. എന്ന് വെച്ചാ അവരെ നിശബ്ദരാക്കണം എന്നേക്കുമായി. അതേ മാർഗമുള്ളൂങ്കിൽ അങ്ങനെ. ആ, പക്ഷെ മേഡം കരുതുന്നതിനപ്പുറം പണം ഇറക്കേണ്ടി വരും. പണം ഞാൻ തരാം, എനിക്കൊരു ആപത്തും വരരുത്. വരാതിരിക്കാനാണല്ലോ നമ്മൾ ഇങ്ങനൊരു കാര്യം ആലോചിക്കുന്നത്. മാഡത്തിന് സെൻട്രൽ ജയിലിലേക്കുള്ള വഴി അടയ്ക്കുകയും മറ്റൊരാൾക്ക് ആ വഴി തുറക്കുകയും ചെയ്യും. അതാർക്ക്? ACP കാർത്തിക്. അവൻ അനുഭവിക്കണം. എന്നോട് ചെയ്തതിനുള്ള ശിക്ഷ അവൻ അനുഭവിച്ചേ തീരൂ. വേണ്ടത് ചെയ്തോളൂ. പണം എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി. ശരി മാഡം. നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു? ജീവിക്കണോ അതോ മരിക്കണോ? സത്യം മുഴുവൻ പറഞ്ഞാൽ നിങ്ങൾ മരിക്കില്ല. പിന്നെ കേസ് അത് ഞങ്ങൾ എഴുതുന്നത് പോലെ ഇരിക്കും. നിങ്ങൾക്ക് എൻ്റെ അമ്മാവനോട് ഒരു വ്യക്തിവൈരാഗ്യമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോ ഇത് കൊട്ടേഷനല്ലേ? അല്ലേ? കൊട്ടേഷനല്ലേ? ചോദിച്ചു കേട്ടില്ലേ? കൊട്ടേഷൻ അല്ലേ എന്ന്. എടാ, പ്രേരിപ്പിച്ചവന് കൂടുതൽ ശിക്ഷ, ചെയ്തവനല്ല. അതുകൊണ്ട് കുറഞ്ഞ ശിക്ഷ നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നിട്ട് നിങ്ങളെ ഞാൻ രക്ഷിക്കാം. സത്യം പറഞ്ഞു. നിങ്ങൾ മനഃപൂർവ്വം പറയാത്തത്. ഈ കൊട്ടേഷൻ ആരുടേതാണെന്ന് തുറന്നു പറഞ്ഞാലേ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇല്ലെങ്കിലേ നിങ്ങളെ ഞാൻ വെടിവെച്ച് കൊല്ലും. പോലീസുകാരെ ആക്രമിച്ച് തടവ് ചാടാൻ ശ്രമിച്ച പ്രതികളെ പ്രാണരക്ഷാർത്ഥം ഞങ്ങൾ വെടിവെച്ച് കൊന്നെന്നായിരിക്കും കേസ് വരിക. ഒരുപക്ഷെ എനിക്കെതിരെ വേറൊരു കേസ് കൂടി വരും. ഞാനതിനെ നേരിട്ടോളാം. അതുകൊണ്ട് തുറന്നു പറഞ്ഞു, എൻ്റെ അമ്മാവനായ ജയറാമിനെ കൊല്ലാൻ ആരാ നിങ്ങൾക്ക് കൊട്ടേഷൻ തന്നത്? പറയൂ, ആരാ നിങ്ങൾക്ക് കൊട്ടേഷൻ തന്നാന്ന്?
പറയില്ലേ നിങ്ങള്? പറയാ സാറേ, പറയാ 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 സാറേ, പറയാ സാറേ, പറയാ സത്യം പറയാ സാറേ, പറയാ സാറേ, പറയാ. അയ്യോ ഒന്നും ചെയ്യല്ലേ സാർ. ഇല്ല സാറേ, സാറേ. സാറേ പറയ. നിന്റെയൊക്കെ തലയിൽ വെടിയുണ്ട തറച്ചു കയറണമെങ്കിൽ തുറന്ന് പറയാൻ. പറയാൻ. ഇന്ദ്രജ മേഡം പറഞ്ഞില്ല സാറേ ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. ആരാ? ഇന്ദ്രജ മേഡത്തിന്റെ കൊട്ടേഷനാ സാറേ. മാധവ മന്ദിരത്തിലെ ഇന്ദ്രജയുടെ. ഒടുവിൽ സത്യം പറഞ്ഞത് കേട്ടില്ലേ? രണ്ടിനെയും 2 സെല്ലിൽ അടയ്ക്ക. പിടിച്ചോണ്ട് പോടാ. നടക്കടാ അങ്ങോട്ട്. നടക്ക്. ഇന്ദ്രജയെ അറസ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ എത്രയും വേഗം ചെയ്യണം. സർ. കാർത്തിമോൻ വന്നു അല്ലേ മോളെ? ദാ വരുന്നുണ്ടമ്മേ. ഇന്നെന്താ മോനെ ഇത്ര താമസിച്ചത്? രാവിലെ മുതല് വളരെ തിരക്കായിരുന്നു ദൈവമേ. എന്നാലും വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. സന്തോഷോ? അതെന്താണെന്ന് ഞങ്ങളും കൂടെ ഒന്ന് അറിയട്ടെ. അതെ, വല്ലപ്പോഴേ സന്തോഷിക്കാൻ പറ്റൂ. അതിനുള്ള അവസരങ്ങള് പാഴാക്കരുതെന്ന പ്രമാണം. കേൾക്കട്ടെ, എന്താ സന്തോഷം? വല്യമ്മാവനെ ആക്രമിച്ച ഗുണ്ടകളെ പിടികൂടി. ദൈവമേ, ചതിച്ചോ? ഓ, അതൊരു കൊട്ടേഷനായിരുന്നു. ഓ, ഇന്ന് എന്റെ കഥ കഴിയും. ഞാനും ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് അവര് പറഞ്ഞാലോ? നമ്മളിൽ പലരും മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന ആള് തന്നെയാണ് കൊട്ടേഷൻ കൊടുത്തത്. അമ്മ എന്തിനാ പേടിക്കുന്നത്? അല്ല, ആരാണെന്ന് അറിയാനുള്ള ഉൾക്കൊണ്ട കൊണ്ടേ ചെറിയൊരു ടെൻഷൻ. കൊട്ടേഷൻ കൊടുത്തത് മറ്റാരുമല്ല, അമ്മയുടെ പുന്നാര നാത്തൂൻ. മീനാക്ഷിയുടെ വല്യമ്മ, എന്റെ അച്ഛൻ പെങ്ങൾ ശ്രീമതി ഇന്ദ്രജ. ഭയങ്കരി. എന്റെ സംശയം ശരി തന്നെയായിരുന്നു. എന്റെ അമ്മയ്ക്ക് എന്നെ കൊണ്ട് പോയിസൺ കൊടുപ്പിച്ചവരവര്. അവരതും അതിനപ്പുറം ചെയ്യും. അവൾക്ക് എന്നോടും ജയേട്ടനോടും ഏറ്റവും വലിയ ശത്രുത. പകയ പക. അവളെ ഇടിവെട്ടുന്നില്ലല്ലോ ഭഗവാനെ. എന്തായാലും ഇന്ദ്രജ അമ്മയെ ഉടനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. വല്ലാത്ത ക്ഷീണം. ഞാൻ ഈ യൂണിഫോം ഒക്കെ ഒന്ന് മാറ്റട്ടെ. മോളെ, പോകുന്ന പോക്കില് അവൾ എന്നെയും കൂടി ഇങ്ങ് കൊണ്ടുപോകുമോ? അന്നത്തെ വൈരാഗ്യത്തിന് ഏട്ടനിട്ട് 2 കെട്ടിക്കോട്ടെന്നേ ഞാൻ കരുതിയുള്ളൂ. ക്ഷമിക്കണേ ഭഗവാനെ. മാനസാന്തരം വന്ന കുഞ്ഞാടാ ഞാൻ. കാത്തോളെ. കാർത്തി, എന്താ മൈഥിലി? തിരക്കില്ലെങ്കില് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. തിരക്കല്ല,
ഞാൻ വളരെ ടയേർഡാ. നാളെ സംസാരിക്കാം. അത്യാവശ്യമായ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. എന്തായാലും നാളെ സംസാരിക്കാം. അത് മതി. എന്തു പറ്റി? തലവേദനയുണ്ടോ? ആ, നല്ല വേദന. പനിയുണ്ടോ എന്ന് നോക്കട്ടെ. വേണ്ട, നെറ്റിയിലൊന്നും കൈവയ്ക്കണ്ട. ഞാൻ വല്ലാതെ വിയർത്ത് വന്നതാ. വിയർപ്പിന്റെ മണം കാണും. എന്നാലും ചൂടുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഏയ് വേണ്ട, നീ ഇപ്പൊ എന്റെ ഭാര്യയൊന്നും അല്ലല്ലോ. എന്താ കാർത്തിക് ക്ഷീണം വരാൻ കാരണം? അതൊക്കെ ചില ദിവസങ്ങളിലുണ്ടാവും. രാവിലെ മുതൽ പുറത്തായിരുന്നു ഡ്യൂട്ടി. പൊരി വെയില്ല, പിന്നെ മിനിസ്റ്ററുടെ വിസിറ്റ്, ആകെ ഓട്ടോ ആയിരുന്നു. പിന്നെ ഉച്ച കഴിഞ്ഞ് സ്റ്റേഷനിൽ 2 പ്രതികളെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടായിരുന്നു. ആകെപ്പാടെ വലഞ്ഞൊരു ദിവസമായിരുന്നു ഇന്ന്. അതിരിക്കട്ടെ, എന്താ ഇയാളുടെ പ്രശ്നം? ഇയാൾക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഇനി ഞാനായിട്ടത് നാളത്തേക്ക് വെക്കുന്നില്ല. ടെൽ മീ, എനി ഹെൽപ്പ്? മറ്റൊന്നുമല്ല കാർത്തിക്, എനിക്കിവിടെ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല. ഇവരെല്ലാവരും കൂടി ഒറ്റ ഗ്രൂപ്പായിട്ട് നിന്ന് എന്നോട് ഫൈറ്റ് ചെയ്യാം. അതൊക്കെ കുറെ സഹിച്ചല്ലേ പറ്റൂ. സ്നേഹവും വിശ്വാസവും ഒക്കെ സ്വയം നഷ്ടപ്പെടുത്തിയതല്ലേ. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും അവരെന്നെ തടയുകയും തല്ലുകയൊക്കെയാ. ഞാൻ മടുത്തു കാർത്തിക്. എനിക്ക് ചെയ്യാവുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ മൈഥിലി? ഇങ്ങേരെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ മറ്റൊരു തന്ത്രം പ്രയോഗിക്കാം. അത് മാത്രമല്ല കാർത്തിക്, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞല്ലേ കാർത്തിക്, വൈഗമോള്. ഞാൻ എന്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ ചെന്നപ്പോ ആ മീനാക്ഷി തന്നില്ലെന്ന് മാത്രമല്ല, ഒത്തിരി ചീത്ത പറയുകയും ചെയ്തു. കുഞ്ഞിനെ മൈഥിലി എടുക്കുമ്പോ വിലക്കരുതെന്ന് മീനാക്ഷിയോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അവൾ എന്നെ തല്ലുമായിരുന്നു. ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാ. ഞാൻ കുഞ്ഞിനെ എടുക്കാൻ ചെല്ലാൻ കാരണം എന്താണെന്നറിയോ കാർത്തിക്? കുഞ്ഞ് നിർത്താതെയുള്ള കരച്ചില്. എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ടെന്ന് കരുതി ഞാൻ ഓടി ചെല്ലുമ്പോ കുഞ്ഞ് വെറും നിലത്ത് കിടന്ന് കരയ്യ. ഉറുമ്പുകടി ഏറ്റിട്ടാ. എന്റെ കുഞ്ഞല്ലേ, എനിക്ക് സഹിക്കോ? ഞാൻ കുഞ്ഞിനെ എടുത്തു. ഈ മീനാക്ഷി കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. ഇത് പറയാനാ ഞാൻ നിന്നത്. എന്റെ കുഞ്ഞിനെ എങ്ങിത്താ, ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി വളർത്തിക്കോളാം. എന്തോ? എങ്ങനെ? എന്താ മൈഥിലി പറഞ്ഞത്? കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയി വളർത്തിക്കോളാന്ന്. ഓ, അങ്ങനെ. അപ്പോ അതായിരുന്നു അല്ലേ മനസ്സിലിരിപ്പ്? സാധ്യമല്ല. എന്റെ കുഞ്ഞിനെ ഞാൻ നിനക്ക് തരില്ല. എന്റെ കുഞ്ഞിനെ തെരുവിന്റെ സന്തതിയായിട്ട് വളർത്താനല്ല ഞാൻ ജനിപ്പിച്ചത്. എന്റെ മീനാക്ഷിയുടെ മകളായി വൈഗമോള് ചെമ്പകമംഗലത്ത് വളരും. നീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോ ഞാൻ നിന്നെ രക്ഷിച്ചു. അതൊരു വലിയ തെറ്റായി പോയെന്ന് എനിക്കിപ്പോ ബോധ്യായി. ഇന്നത്തെ കാലത്ത് കാരുണ്യത്തിനും സ്നേഹത്തിനും ഒന്നും ഒരു വിലയില്ലാന്ന് എനിക്ക് മനസ്സിലായി. ഇതാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇനി ഒരു സഹായവും നിനക്കുണ്ടാവില്ല. ഇനി നീ ഈ വീട്ടിൽ നിൽക്കുന്നത് അപകടമാണ്. എത്രയും പെട്ടെന്ന് നിനക്ക് പോവാം. എന്താടി നീ ഏത്തവാഴത്തോട്ടത്തിലെ നോക്കുത്തി പോലെ ഇങ്ങനെ നിൽക്കുന്ന? ACP പറഞ്ഞത് കേട്ടില്ലേ? നീ ഈ വീട്ടിൽ നിൽക്കുന്നതേ അപകടമാണെന്ന്. എത്രയും പെട്ടെന്ന് നിന്റെ തുണിയും അടുക്കി പിറക്കി പെട്ടി വെച്ച് ആ പെട്ടിയും തലയിൽ വെച്ച് വടക്ക് നോക്കി യാത്ര ആരംഭിക്കും.
നേരം വെളുത്താ നിനക്ക് എവിടെയെങ്കിലും എത്തിച്ചേരാം. ഗുഡ് നൈറ്റ്. അയ്യോ സോറി, ബാഡ് നൈറ്റ്.